എന്തുകൊണ്ടാണ് പക്ഷികൾ മുടി ചീകാത്തത്? ഇന്ന് നമ്മൾ കേൾക്കുന്ന കഥയുടെ പേരാണ് എന്തുകൊണ്ടാണ് പക്ഷികൾ മുടി ചീകാത്തത്. ഇത് എഴുതിയിരിക്കുന്നത് സുചി എന്ന ചേച്ചിയാണ്. പടങ്ങൾ വരച്ചിരിക്കുന്ന അഞ്ചോറ നൊറോണ എന്ന ആളാണ്. പിന്നെ ഇത് മലയാളത്തിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നത് നിതാന്ത് എന്ന ചേട്ടനാണ്. കേൾക്കാം, എന്തുകൊണ്ടാണ് പക്ഷികൾ മുടി ചീകാത്തത്? എന്തുകൊണ്ടാണ് ഇരട്ടത്തലച്ചി മുടി ചീകാത്തത്? അതൊരു കൊച്ചു തിരമാല പോലെയുണ്ട്. എനിക്ക് ഇരട്ടത്തലച്ചിയെ പോലെ മുടിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ക്ലിപ്പിട്ടേനെ. എന്തുകൊണ്ടാണ് ഉപ്പൂപ്പൻ മുടി ചീകാത്തത്? ഇതൊരു വിശറി പോലെയുണ്ട്. എനിക്ക് ഉപ്പൂപ്പനെ പോലെ മുടിയുണ്ടായിരുന്നെങ്കിൽ ഞാനത് ഹെയർ ബാൻഡ് ഇട്ട് ഒതുക്കി വെച്ചേനെ. എന്തുകൊണ്ടാണ് കരണ്ടിക്കൊക്ക് മുടി ചീകാത്തത്? അത് കണ്ടാൽ ഒരു പഴയ പെയിന്റ് ബ്രഷ് പോലെയുണ്ട്. എനിക്ക് കരണ്ടിക്കൊക്കിനെ പോലെ മുടിയുണ്ടായിരുന്നെങ്കിൽ ഞാനത് ഇതുപോലെ മെടഞ്ഞിട്ടേനെ. എന്തുകൊണ്ടാണ് മൊണാലുകൾ മുടി ചീകാത്തത്? അത് ഒരു കുഞ്ഞു ചൂല് പോലെയുണ്ട്. എനിക്ക് മൊണാൽ പക്ഷിയെ പോലെ മുടിയുണ്ടായിരുന്നെങ്കിൽ ഞാനതൊരു റിബൺ കൊണ്ട് കെട്ടിവെച്ചേനെ. എന്തുകൊണ്ടാണ് മീൻ കൂമൻ മുടി ചീകാത്തത്? അത് രണ്ട് കമ്പിളിപ്പുഴുക്കളെ പോലെയുണ്ട്. എനിക്ക് മീൻ കൂമനെ പോലെ മുടിയുണ്ടായിരുന്നെങ്കിൽ ഞാനവ രണ്ടു വശത്തായി കുതിരവാല് പോലെ കെട്ടിവെച്ചേനെ. എന്തുകൊണ്ടാണ് ഇരട്ടവാലൻ മുടി ചീകാത്തത്? അതൊരു ചപ്രം ചിപ്രം ചൂല് പോലെയുണ്ട്. എനിക്ക് ഇരട്ടവാലൻ്റേതുപോലെ മുടിയുണ്ടായിരുന്നെങ്കിൽ ഞാനത് നന്നായി എണ്ണ തേച്ച് ചീകി ഒതുക്കി വെച്ചേനെ. എന്തുകൊണ്ടാണ് വേഴാമ്പലിന് ചീകാൻ മുടിയില്ലാത്തത്? അവയെ കണ്ടാൽ ഹെൽമറ്റ് വെച്ചതുപോലെയാണ് തോന്നുക. എനിക്ക് വേഴാമ്പലിനെ പോലെ ഹെൽമറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ദിവസം മുഴുവൻ സ്കൂട്ടർ ഓടിച്ചു നടന്നേനെ. കഴുകന്മാർക്ക് മുടിയൊന്നുമില്ലാത്തതെന്താ? അവർ കഷണ്ടിത്തലയന്മാരാണ്. എൻ്റെ തല കഴുകന്മാരുടേത് പോലെ ആയിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും മുടി ചീകേണ്ടി വരുമായിരുന്നില്ല. രസകരമായ മുടിയുള്ള പക്ഷികളെ പരിചയപ്പെടാം. ഹിമാലയൻ മൊണാൽ, ഉപ്പൂപ്പൻ, കരണ്ടിക്കൊക്ക്, തവിട്ട് കഴുകൻ, ഇരട്ടത്തലയൻ, മലമുഴക്കി വേഴാമ്പൽ, ഇരട്ടവാലൻ, തവിട്ട് മീൻ കൂമൻ.